നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നറിഞ്ഞാലോ? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ ആണ്. ഏത് നിമിഷം കാണുന്നു ആ നിമിഷം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നല്ല ക്ലിയർ ഫേസ് മനസ്സിൽ വിചാരിച്ച് നല്ലതുപോലെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. ഓക്കെ, നിങ്ങളോട് ഇന്ന് യൂണിവേഴ്സിന് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് വേർഡ് കാർഡാണ്. വേർഡ് കാർഡ് പറയുന്നു, നിങ്ങളുടെ പേഴ്സൺ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ കാഴ്ചയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കാം. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു പ്രത്യേകതയുള്ള ആളായിരിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കും സെൽഫ് ഗ്രോത്തിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷനിലേക്ക് ടൈം കണ്ടെത്താനും എഫോർട്ട് ഇടാനും ഉള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് നമ്മളിത് കാണുന്നില്ല. ഒരുപാട് എഫോർട്ട് ഇട്ടിട്ട് ഒരു റിസൾട്ട് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുക. ചിലപ്പം വർക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളിൽ ഉള്ള ഏണിങ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് പേഴ്സൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹമുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു റിലേഷനിലേക്ക് തിരിച്ച് വരാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു റിലേഷനിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല നിൽക്കുന്നത്. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വർക്കിലാണ്. ഫിനാൻഷ്യലായിട്ട് ഇപ്പം വലിയ സ്റ്റേബിളായിട്ട് കാണുന്നില്ല. ഒരു ഫിനാൻഷ്യൽ ഷോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഭാവി സുരക്ഷിതമാക്കിയിട്ട് നിങ്ങളിലേക്ക് വരാനായിരിക്കും. ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു റിലേഷൻ തന്നെയാണ്. ഒരിക്കലും ഇത് വിട്ടു പോവും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. എന്നും കൂടെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ആ നിമിഷം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഇത്രയും വേഗം തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ വരും. പക്ഷെ ഉടനെ ഒരു വരവ് റീകൺസിലേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. പൂർണ്ണമായിട്ടും ഈ ബന്ധം അവസാനിക്കില്ല. ഇതെന്തായാലും യൂണിവേഴ്സിൻ്റെ ഒരു സഹായമുള്ള ഒരു റിലേഷൻ തന്നെയാണ്. ധൈര്യമായിട്ട് തുടർന്ന് പോവുക തന്നെ ചെയ്യാം. പേഴ്സൺ നല്ല പേഴ്സണാണ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളിൽ അട്രാക്ഷനുള്ള വ്യക്തി തന്നെയാണ്. ധൈര്യമായിട്ട് ഇരിക്കാം, തിരിച്ചു വരിക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു.